ഹായ് എവരിവൺ. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ക്രോസ് ഓവർ സ്ട്രാറ്റജി സിമ്പിളായിട്ട് നമുക്ക് വർക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് നമുക്ക് ക്രോസ് ഓവർ സ്ട്രാറ്റജീനെ നമുക്കൊരു സക്സസ്ഫുൾ ട്രേഡാക്കി എടുക്കാം എന്നുള്ളതാണ്. പലരുടെയും ഫേവറേറ്റ് സ്ട്രാറ്റജിയാണ് ക്രോസ് ഓവർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് പല രീതിയിലും എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ഈവൻ ക്രോസ് ഓവർ സ്ട്രാറ്റജി, അതായത് EMA 20 EMA, 50 EMA, 20 SMA, 80 EMA, അങ്ങനെ പല രീതിയിലും പല EMAയും SMA ഒക്കെ ഉപയോഗിച്ചാണ് അവർ ക്രോസ് ഓവർ നോക്കുന്നത്. ഈവൻ 100, 200 എന്നും പല EMA നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെ ഒരു സക്സസ്ഫുൾ, അതായത് ഏറ്റവും എളുപ്പത്തിൽ ഒരു ഇൻട്രാഡേ ട്രേഡിലാണെങ്കിലും അല്ല സ്വിംഗ് ട്രേഡിലാണെങ്കിലും നമുക്ക് അതിലെങ്ങനെയാണ് ആ ഒരു ക്രോസ് ഓവർ സ്ട്രാറ്റജി വരുമ്പോൾ എവിടെയാണ് കറക്റ്റ് എൻട്രി വരുന്നത്, കറക്റ്റ് എക്സിറ്റ് വരുന്നത് എങ്ങനെയാണ്. സോ അവിടെയാണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു ഏത് സ്ട്രാറ്റജി എടുത്താലും കറക്റ്റ് എൻട്രിയും കറക്റ്റ് എക്സിറ്റാണ് നമ്മൾ നോക്കേണ്ടത്. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അധികം കൺഫ്യൂഷൻസ് ഇല്ലാണ്ട്, അധികം എന്താ പറയുക, മിസ്ലീഡിങ് ഇല്ലാണ്ട് തന്നെ മാക്സിമം ഞാനിത് പറയാൻ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഏതെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ഇന്ന സംഭവത്തിനെ പറ്റിയെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കാര്യം കൂടി ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എങ്ങനെയാണ് ഈ ക്രോസ് ഓവർ സ്ട്രാറ്റജിയിൽ കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് അധികം കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ നമുക്കത് ഈസി ആയിട്ട് വർക്ക് ചെയ്തെടുക്കാം, അതിൻ്റെ ഒരു കറക്റ്റ് എൻട്രി എവിടെയാണ്, കറക്റ്റ് എക്സിറ്റ് എവിടെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് പേപ്പർ ട്രേഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം അത് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഇത് നിങ്ങളുടെ ട്രേഡിംഗ് ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചാർട്ടിൽ പോയിട്ട് എങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തു വെച്ചേക്കുന്നത് 50 EMAയും 50 SMA-യും 20 EMA ആണ്. ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത് 50 SMA ആണ്. 50 SMA പ്ലസ് ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് 20 EMA ആണ്. ഇത് രണ്ടിനെ പറ്റിയാണ് നമ്മൾ ഷോർട്ട് ചെയ്യുന്നത്. അതായത് ഡൗൺ ട്രെൻഡിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു എൻട്രി എടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇവിടെ നമുക്ക് എന്തായി, ഇവിടെ ഒരു 50 SMA-യും 20 EMA-യും കൂടിയുള്ള ഒരു ഡൗൺ ട്രെൻഡ് ക്രോസ് ഓവർ ഇവിടെ കാണുന്നുണ്ട്. അതായത് മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്, 50 SMA മേലേക്ക് പോകുന്നു, 20 EMA താഴേക്ക് പോകുന്നു. അതെന്താണ്, നമുക്ക് ഡൗൺ ട്രെൻഡാണ് എന്നുള്ള കാര്യം കൺഫേം ആവുന്നുണ്ട്. ഈ ഒരു കൺഫേം ആയതിനു ശേഷം മിക്കവരും എടുക്കുന്ന ഒരു എൻട്രി എന്ന് പറയുന്നത് തൊട്ട് താഴെ തന്നെ ആയിരിക്കും. കാരണം കൺഫേം ആവുക, തൊട്ട് താഴെ എടുക്കുക. ചില സമയത്ത് അത് മേളിലേക്കൊക്കെ പോകാറുണ്ട്. ഒരുപാട് SL അവിടെ ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ എൻട്രി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് ഇതിൻ്റെ നമ്മൾ ആദ്യം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ വരുന്ന നമുക്ക് എന്താ, കൺഫേം ആണ് മാർക്കറ്റിൽ എന്താണ് ഒരു റിവേഴ്സിങ് ട്രെൻഡ് ഫോം ചെയ്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യം അവിടെ കൺഫേം ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ എന്താക്കുന്നു, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഇതിൻ്റെ ഇൻസൈഡിലേക്ക് ഗ്രീൻ ക്യാൻഡിൽ വരാം. അതാണ് ഒരു പെർഫെക്റ്റ് പ്രീ ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ആ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടോ നോക്കാം. ഇത്രയും ട്രേഡ് ഓൾറെഡി നമുക്ക് മിസ്സാവും, നമുക്ക് അവിടെ കറക്റ്റ് എൻട്രി കിട്ടുന്നില്ല. ഇവിടെ നമുക്കൊരു എൻട്രി വരുന്നുണ്ട്. എങ്ങനെയാണ്, ഇൻസൈഡായിട്ട് കറക്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നുണ്ട് അല്ലേ. ഇവിടെ നിന്ന് താഴേക്ക് വരുന്നു, ഇൻസൈഡിലേക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നു, തൊട്ട് പുറകെ റെഡ് ക്യാൻഡിൽ അതിനെന്താണോ എൻഗൾഫ് ചെയ്ത് വരുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ എൻട്രി വരുന്നത്. അതായത് എങ്ങനെയാണോ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നത് അതിൻ്റെ എൻഗൾഫ് ചെയ്ത്, ഞാൻ ടൈം ഫ്രെയിം ഇവിടെ 15 മിനിറ്റ്സ് ആണ് എടുത്തേക്കുന്നത്, അതിനെയും കൂടി ഒന്ന് വാച്ച് ചെയ്യുക. 5 മിനിറ്റ്സിൽ നോക്കുക. ആൻഡ് അതോടൊപ്പം തന്നെ SL അതിനനുസരിച്ചൊന്ന് സെറ്റ് ചെയ്താൽ മതിയാവും. 50 മിനിറ്റ്സ് തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇവിടെ നമുക്ക് എന്തായി, ഈ ഒരു ലെവലിലാണ് എന്താകുന്നത്, നമുക്കൊരു എൻട്രി കിട്ടുന്നത്. ചെറിയൊരു പുൾ ബാക്ക് മാർക്കറ്റ് നടത്തിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ വെച്ച് നമ്മൾ ഒരു ചെറിയൊരു ഷോർട്ട് പൊസിഷൻ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഒരു ഷോർട്ട് പൊസിഷൻ സെറ്റ് ചെയ്യുന്നു. മേളിൽ ഈ ക്യാൻഡിലിൻ്റെ തൊട്ട് മേളിൽ അല്ലെങ്കിൽ 50 SMA-യുടെ മേളിൽ നമ്മളൊരു SL-ഉം സെറ്റ് ചെയ്യുന്നു. മാർക്കറ്റ് എന്താകുന്നുണ്ട്, താഴേക്ക് വീഴുന്നുണ്ട്. എക്സാക്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് നിഫ്റ്റിയിലാണ്. നിഫ്റ്റിയിൽ ഇത്രയും പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സിൽ നമ്മൾ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ടാർഗറ്റ് കിട്ടാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങളൊരു ഓപ്ഷൻ സെല്ലിംഗ് മൈൻഡിലോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്പ്രെഡൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചധികം ഹെൽപ്പാവും. ഈവൻ നിങ്ങൾക്ക് ലോസ് കുറച്ചും കൊണ്ട് തന്നെ നമുക്ക് എന്താക്കാം, ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കാൻ ചാൻസ്. എങ്ങനെയാണ് ഒരു സ്പ്രെഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. കാണാത്തവർ അത് കൂടെ കാണാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ട്രേഡ് കിട്ടിയത്, അതായത് ഇൻസൈഡ് എക്സാക്റ്റ് അല്ലേ, ഇവിടെ അകത്ത് വരുന്നു, ആ മാർക്കറ്റ് എത്രയും പെട്ടെന്ന് തന്നെ എന്താവുന്നുണ്ട്,
താഴേക്ക് വീഴുന്നതായിട്ട് കാണാനും കഴിയുന്നുണ്ട്. സോ അതുപോലെ തന്നെ ആ 2 കാര്യമാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. അതായത് എങ്ങനെയാണോ അതിൻ്റെ അകത്തേക്ക് വരുന്നത് അതേമാതിരി തന്നെ എന്താകുന്നുണ്ട്, റെഡ് ക്യാൻഡിൽ ഉപയോഗിച്ചിട്ട് തന്നെ എന്താവുന്നുണ്ട്, ആ റിജക്ഷനും വരുന്നുണ്ട്. സോ സെയിം ഇത് വരുന്നത് എപ്പോഴാണോ ഇവിടെ നമുക്ക് ആ റിജക്ഷൻ വരുന്നില്ല. അതായത് ഗ്രീൻ ക്യാൻഡിൽ വരുന്നു, ഗ്രീൻ ക്യാൻഡിൽ കവർ ചെയ്തുള്ള റിജക്ഷനാണോ ഇവിടെ വരുന്നത്? അല്ല. വീണ്ടും മേളിലേക്ക് പോകുന്നു, ഇവിടെ റിജക്ഷൻ വരുന്നുണ്ട്, പക്ഷേ എത്രയോ ക്യാൻഡിൽസ് കഴിഞ്ഞിട്ടാണ് റിജക്ഷൻ വരുന്നത്. സോ അതുപോലെ തന്നെ മേളിലേക്ക് വരുന്നു, ഇവിടെയും ആ റിജക്ഷൻ വരുന്നുണ്ട്, പക്ഷേ 8 EMAയുടെ താഴേക്ക് 20 EMAയുടെ താഴേക്ക് വരുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്താവും, ട്രേഡ് ഒഴിവാവും. അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒരുപാട് ഇല്ലാത്ത, കൺഫ്യൂഷൻസ് അധികം ഇല്ലാത്ത ട്രേഡിലേക്ക് നമുക്ക് കുറച്ചധികം എൻട്രി എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ തന്നെ നമ്മൾ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇവിടെയും നമുക്ക് എന്താണ്, ആ റെഡ് ക്യാൻഡിൽ വന്നേക്കുന്ന ക്ലോസിങ് 20 EMAയുടെ താഴേക്ക് വരുന്നില്ല. ഇവിടെയൊക്കെ 20 EMA ഡിലേ ആയിട്ടാണ് വരുന്നത്. സോ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഈ ട്രേഡ് ഒഴിവാക്കാൻ നോക്കാം. ആൻഡ് ഇത് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊരു നമ്മുടെ നിഫ്റ്റി വെയിറ്റേജ് കുറച്ച് ലിക്വിഡിറ്റി ആയിട്ടുള്ള സ്റ്റോക്കിൽ മാത്രം ഇതിനൊന്ന് കൺസിഡർ ചെയ്യുക. ആൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് HDFC ബാങ്കിലൊന്ന് കാണിച്ചു തരാം. HDFC ബാങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മാർക്കറ്റ് എങ്ങനെയാണോ മേളിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് മേളിലേക്ക് പോകുന്നു. ഇവിടെ 2 കേസസ് ഉണ്ട്. അതായത് ഫസ്റ്റ് കേസിലെന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് റെഡ് ക്യാൻഡിലിനെ കവേർഡ് ആയില്ല, നെക്സ്റ്റ് ക്യാൻഡിലെ കവേർഡ് ആയില്ല. പക്ഷേ ഇവിടെ നോക്കൂ, എക്സാക്റ്റ് ആ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ കവേർഡ് ആയിട്ട് എന്താവുന്നുണ്ട്, റെഡ് ക്യാൻഡിൽ വരുന്നു, അത് റിജക്ഷൻ ക്യാൻഡിൽ വരുന്നു, പ്ലസ് 20 EMAനെയും കൂടി താഴേക്ക് അത് ക്രോസ് ആവുന്നു. സ്ട്രേറ്റ് ഫാൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് എന്താവുന്നുണ്ട്, ഒരു 2:1 അറ്റ്ലീസ്റ്റ് 2:1 എങ്കിലും നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം, ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു ക്രോസ് ഓവർ, ഡൗൺ ട്രെൻഡിലേക്ക് ക്രോസ് ഓവർ കണ്ടാൽ നിങ്ങൾ അപ്പോൾ തന്നെ എന്താക്കണം, മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ഫോം ചെയ്യുന്നുണ്ട്, അത് റിവേഴ്സ് ആണെന്നുള്ള ഒരു ട്രെൻഡ് കൺഫേം ആക്കുക. അതോടൊപ്പം തന്നെ ആ സ്റ്റോക്കിന് അല്ലെങ്കിൽ ആ ഇൻഡൈസസ് ആണെങ്കിൽ ഇൻഡൈസസിനെ ഒന്ന് വാച്ച് ചെയ്ത് വെച്ചേക്കുക. എങ്ങനെയാണോ അകത്തേക്ക് വരുന്നത്, ദെൻ അവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫായിട്ട് അധികം SL നമുക്ക് ആ റീസെൻറ്റ് ഹൈയിലേക്ക്, ഞാൻ പറഞ്ഞ മാതിരി റീസെൻറ്റ് ഹൈയിലേക്കോ അല്ലെങ്കിൽ 50 SMAയുടെ മേളിലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ട് നിങ്ങൾ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റാവുന്നതാണ്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇനി ഡൗട്ട്സ് കാര്യങ്ങളുണ്ട്, ഇനി അപ് ട്രെൻഡിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിലും നിങ്ങളുടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോ അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അതിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറയാം. ആൻഡ് ഡിസ്കോഡിലും ജോയിൻ ചെയ്യാം. സോ എന്തായാലും വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്.